ഞാൻ കുറേ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ഇടാന്ന്. അപ്പം ഞാനിന്ന് എന്താ പ്രസൻറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ കാനഡ ജേണിയാണ്. അതായത് ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്, ഏത് പ്രോസസ്സ് ത്രൂ ആണോ, എന്ത് വിസയാന്നൊക്കെയാണ്. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. ഞങ്ങൾ കാനഡയിൽ എത്തിയിട്ട് ഏകദേശം ഒരു 6 മാസമായിട്ടുള്ളൂ. അതായത് ഞങ്ങൾ 2025 ഒക്ടോബറിലാണ് നമ്മൾ കാനഡയിൽ എത്തിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്തിയ സമയം അത്രയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എത്തിയെന്ന് വെച്ചാൽ ഞങ്ങൾ എക്സ്പ്രസ് എൻട്രി എന്നൊരു പ്രോഗ്രാം ത്രൂ ഡയറക്റ്റ് PR ആയിട്ടാണ് വന്നത്. അതായത് ഞാനും ഹസ്ബൻഡും ഡയറക്റ്റ് PRോടെ, അതായത് നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് PR എല്ലാം സെറ്റായിട്ട് അങ്ങനെയാണ് നമ്മൾ വന്നത് കേട്ടോ. എക്സ്പ്രസ് എൻട്രി എന്ന് വെച്ചാൽ അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ ഡയറക്റ്റ് PR കൊടുത്ത് കാനഡ ഗവൺമെൻറ് കൊണ്ടുവരികയാണ് ചെയ്യണത്. അത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം, എല്ലാവരും എലിജിബിൾ ആണ്. പക്ഷേ സർട്ടൻ ഡ്രോസ് നടക്കും. അതായത് മന്ത്ലി കാനഡ ഗവൺമെൻറ് ഓരോ ഡ്രോ ഇടും. ഡ്രോ എന്ന് വെച്ചാൽ ഒരു പോയിന്റ് സിസ്റ്റം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 500 കാനഡ ഗവൺമെൻറ് ഈ മാസം ഡ്രോയിൽ വിളിച്ചിരിക്കുന്ന പോയിന്റ്. അപ്പോൾ ഈ 500 പോയിന്റിലുള്ള അവർ ചില സമയത്ത് ഫാർമസിസ്റ്റുകളെ മാത്രം വിളിക്കും, ചിലപ്പോൾ നേഴ്സുമാരെ. അങ്ങനെ ആ 500 പോയിന്റിൽ അവർ വിളിച്ച പ്രൊഫഷണൽ അകത്തുള്ളവർക്ക് കയറി വരാം. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ പ്രൊഫഷൻ ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഫാർമഡിയാണ്. ഞാനപ്പോൾ ഫാർമസി ബേസ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. അത് ഫാർമസിസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എൻ്റെ ഓവറോൾ സ്കോർ എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മയില്ല, ഓൾമോസ്റ്റ് ഒരു 400ൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയത് 2023 മാർച്ചിലാണ്, മറന്നുപോയി, മാർച്ചിലാണ് എനിക്ക് ഡ്രോ കിട്ടിയത്. അപ്പോൾ ആ ഡ്രോയിൽ 350 മിനിമം. അതായത് മിനിമം സ്കോർ പറയുന്നത് 350 തൊട്ട് ഉള്ള ഫാർമസിസ്റ്റിനെയും ഡെൻറ്റിസ്റ്റിനെയും ആയിരുന്നു വിളിച്ചത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ എനിക്ക് ഓൾറെഡി 350 മേലെ ഉള്ളത് കൊണ്ട് എനിക്ക് ആ ഡ്രോയിൽ കിട്ടി. ഓക്കെ, പിന്നെ ഈ എക്സ്പ്രസ് എൻട്രി തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഫോർ എക്സാമ്പിൾ എക്സ്പ്രസ് എൻട്രി ഉണ്ട്, PNP ഉണ്ട്. എനിക്ക് കിട്ടിയത് PNP ആയിരുന്നു. PNP പറഞ്ഞാൽ ഒരു പ്രൊവിൻസിൻ്റെ നോമിനി പ്രോഗ്രാമാണ്, പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം അങ്ങനെ തോന്നുന്നു. അപ്പോൾ എനിക്ക് ഒൻറ്റാരിയോയുടെ PNPയിലാണ് എനിക്ക് ഡ്രോ വന്നത്. അതായത് ഓരോ പ്രൊവിൻസും വിളിക്കും, അല്ലാണ്ട് ഡയറക്റ്റ് ഓൾ ഓവർ കാനഡയും വിളിക്കും. അപ്പോൾ ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എനിക്ക് PNP കിട്ടിയത് കൊണ്ട് ഒൻറ്റാരിയോ ഗവൺമെൻറ്റിൻ്റെയാണ് എനിക്ക് PNP കിട്ടിയത്. ആ ഡ്രോ കിട്ടിയത് കൊണ്ട് എനിക്ക് 2 വർഷം ഒൻറ്റാരിയോ തന്നെ സ്റ്റേ കാണിക്കണം, PNP ആയതുകൊണ്ട്. അതേസമയം എനിക്കിപ്പോൾ എക്സ്പ്രസ് എൻട്രിയിലാണ് ഡയറക്റ്റ് കിട്ടിയതെങ്കിൽ എനിക്ക് എൻ്റെ ചോയ്സാണ്, എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് പ്രൊവിൻസിലേക്ക് വേണമെങ്കിൽ പോകാം, മൂവ് ചെയ്യാം. പക്ഷേ PNP ആയതുകൊണ്ട് നമുക്ക് 2 വർഷം ഒൻറ്റാരിയോയിൽ കാണിക്കണം. അല്ലെങ്കിൽ ഒരു വാലിഡ് റീസൺ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ നമുക്ക് അപ്രൂവൽ തരും, നമുക്ക് പ്രൊവിൻസ് വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് PNP എക്സ്പ്രസ് എൻട്രി പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പ്രസ് എൻട്രിയിൽ അപ്ലൈ ചെയ്തപ്പോൾ നമ്മളൊരു സേഫ്റ്റിക്ക് നമ്മൾ PNPയും കൂടെ അപ്ലൈ ചെയ്തു. അത് സെയിം പ്രോസസ്സ് തന്നെ കാര്യങ്ങൾ നമ്മൾ PNPയും കൂടെ അപ്ലൈ ചെയ്തു. അപ്പോൾ എന്തോ നമുക്ക് PNPയിലാണ് കിട്ടിയത്. കാരണം എക്സ്പ്രസ് എൻട്രി കിട്ടാൻ നമുക്ക് 778 IELTS വേണം സ്കോർ. അപ്പോൾ എനിക്ക് ആദ്യം അറ്റംപ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് 778 ഉണ്ടായില്ല, 2 എനിക്ക് കുറവായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ പുറകെ മെനക്കെട്ടില്ല, ഞാൻ പിന്നെ എഴുതിയില്ല. അപ്പോൾ കിട്ടണത് വെച്ച് നമ്മൾ അപ്ലൈ ചെയ്തു. പിന്നെ ഞങ്ങളുടെ ഒരു കേസ് പറയുന്നതിൽ ഒരു ചക്ക ഇട്ടപ്പോൾ മൊയിൽ ചെത്തു, ആ ഒരു ലെവലാണ്. അതായത് നമ്മൾ പിന്നെ IELTS ഒന്നും എഴുതിയില്ല, ഒറ്റ അറ്റംപ്റ്റേ നമ്മൾ ചെയ്തുള്ളൂ. കിട്ടുമ്പോൾ കിട്ടട്ടെ എന്ന രീതിയിൽ നമ്മൾ കണ്ടിന്യൂ നമ്മുടെ പേപ്പറൊക്കെ അവിടെ വെച്ച് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളും, അങ്ങനെയാണ് നമുക്ക് PNPയിൽ ഇങ്ങനെ കിട്ടിയെന്ന് നമ്മൾ അറിയണത്. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന പാത്വേ. അതായത് ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസ, വർക്ക് പെർമിറ്റ്, സ്പൗസ് വിസ, അങ്ങനെ കുറേ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വന്ന പാത്വേ പറയണത് ഈ എക്സ്പ്രസ് എൻട്രി പറഞ്ഞ പ്രോഗ്രാമാണ് നമ്മളങ്ങനെ വന്നത്. ഞാൻ അതിന് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് അറിയാൻ പറ്റും. പിന്നെ ഞാനും കുറേയൊക്കെ മറന്നു, കാരണം നമ്മൾ 2023 അല്ല ഞാൻ നേരത്തെ പറഞ്ഞ 23 കിട്ടിയത്, 23-ലല്ല കേട്ടോ, നമുക്ക് 24-ലാണ് കിട്ടിയത്. ഞാൻ പ്രോസസ്സ് തുടങ്ങിയത് 2023 ജനുവരിയിലാട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന പാത്വേ. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഏജൻസീനെ അപ്രോച്ച് ചെയ്തോ അതോ നമ്മൾ എങ്ങനെയാണ് ഇത് ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്തതെന്നാണ്. അപ്പോൾ ഞങ്ങൾ ഏജൻസിയെയാണ് അപ്രോച്ച് ചെയ്തത്. ഞങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാം, കാരണം യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ 2 പേരും നാട്ടിൽ വർക്കിംഗ് പ്രൊഫഷണൽസ് ആയതുകൊണ്ടും പിന്നെ നമുക്ക് ഇതിന് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം നമുക്കറിയില്ല
ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും വല്ല മിസ്റ്റേക്ക് വരുമോ ഒന്നും അറിയില്ല. അപ്പം നമ്മൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് നമ്മളൊരു സർട്ടൻ ഏജൻസീനെ, നാട്ടിലെ ഏജൻസീനെ നമ്മൾ ചൂസ് ചെയ്തു, അവരെ അപ്രോച്ച് ചെയ്തു, ജെന്യുവിനാണെന്ന് മനസ്സിലാക്കി ബാക്കി അവരെ ഏൽപ്പിക്കാണ് ചെയ്തത്. ഞങ്ങൾ അപ്രോച്ച് ചെയ്ത ഏജൻസിയുടെ പേര് ആംസ്റ്റർ ഏജൻസിയാണ്. ഞങ്ങൾ തൃശ്ശൂർ ബ്രാഞ്ചിലാണ് നമ്മൾ പോയത്. നിങ്ങൾക്ക് ഏജൻസിയെ പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഈ ഏജൻസി എങ്ങനെയുണ്ട്, അവരെ പറ്റിയുള്ള ജെന്യുവിൻ റിവ്യൂ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അപ്ലോഡ് ചെയ്താൽ മതിയില്ല. പക്ഷേ പേഴ്സണലി ഞങ്ങൾക്ക് അടിപൊളിയായിരുന്നു അവരുടെ സർവീസ്. അതായത് ഞാൻ പറയുന്നത് 100-ൽ 100 കൊടുക്കാം. അത്ര നല്ല സർവീസായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അത് ഞങ്ങൾക്ക് പേഴ്സണലി അടിപൊളിയായിട്ടാണ് ആംസ്റ്റർകാർ ഞങ്ങൾക്കെല്ലാം കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തന്നതും അവരുടെ ഭാഗത്തു നിന്നുള്ള സർവീസ് എല്ലാ കാര്യങ്ങളായാലും. അപ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, വേറെ വീഡിയോ എടുത്തു തരാം. അപ്പോൾ നമ്മൾ ഏജൻസി ത്രൂ ആട്ടോ വന്നത്. അതേപോലെ നമുക്ക് സമയം ഏകദേശം എടുത്തു എന്ന് വെച്ചാൽ കുറേ പേര് ഡൗട്ടാണ്. അതായത് നാട്ടിൽ ഉള്ളവർ വിളിച്ച് നമ്മളെ ചോദിക്കും നിങ്ങൾക്ക് ഏകദേശം എത്ര സമയം എടുത്തു എന്ന്. അപ്പം ഞാൻ പറയുന്നത് അത് ഡിപ്പെൻസ് ആണ്. കാരണം ഇപ്പോൾ ഞാൻ ഹെൽത്ത് ഫീൽഡ്, ഹസ്ബൻഡ് എഞ്ചിനീയറിംഗ് ഫീൽഡാണ്. ഹെൽത്ത് ഞാൻ മെയിനായിട്ട് വെച്ച്, പുള്ളി ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് വെച്ചത്. എൻ്റെ ഒരു അനുഭവം വെച്ച്, എൻ്റെ ഒരു അറിവ് വെച്ച് പറയുകയാണെങ്കിൽ ഹെൽത്ത് ഫീൽഡ് ആണെങ്കിൽ പിന്നെയും കുറച്ചും കൂടെ വേഗം കിട്ടും. ബാക്കി ഇപ്പോൾ ഒരു ഡിഗ്രി ബേസ് റിലേറ്റഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ആകുമ്പോൾ മേ ബി സമയം എടുക്കുമായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ സ്കോർ റിലേറ്റഡ് ആണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് അതായത് പെട്ടെന്ന് വരണം എന്നൊക്കെ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ PR കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ IELTS മാക്സിമം സ്കോർ എടുക്കുക. കാരണം സ്കോർ അനുസരിച്ചിട്ടാണ് നമുക്ക് അവിടെ പോയിൻറ്റ്സ് കിട്ടുന്നത്. ഇപ്പോൾ 778 കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എക്സ്പ്രസ് എൻട്രി പൂളിൽ കയറാം. അല്ലെങ്കിൽ പിന്നെ കാരണം ഈ എക്സ്പ്രസ് എൻട്രി പൂളിൽ കയറണമെങ്കിൽ 778 വേണം, അല്ലാണ്ട് കയറാൻ പറ്റത്തില്ല പൂളിൽ. ഞങ്ങൾക്ക് അതുകൊണ്ടാണ് PNP കിട്ടിയത്. പിന്നെ PNP കിട്ടിയത് കൊണ്ട് നമ്മൾ ഈ സർട്ടൻ എമൗണ്ട് ഒൻറ്റാരിയോ ഗവൺമെൻറ്റിന് അടയ്ക്കണം. അപ്പോൾ അവർ 600 പോയിൻറ്റ്സ് ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഓൾറെഡി ഉള്ള പോയിൻറ്റും ഈ 600 കൂടി ആകുമ്പോൾ നമുക്ക് എക്സ്പ്രസ്സിലോട്ട് കയറാനുള്ള പോയിൻറ്റ്. ഞാൻ പ്രോസസ്സ് അങ്ങനെയൊക്കെയാണ്, ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ സമയം ചോദിച്ചാൽ ഞങ്ങൾക്ക് 2023 ജനുവരി സ്റ്റാർട്ട് ചെയ്തു. 1 വർഷത്തോളം എൻ്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് ഏജൻസി നമുക്ക് എല്ലാ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു. അവർ ചോദിച്ച ഡോക്യുമെൻറ്റ്സ്, സർട്ടിഫിക്കേഷൻസ്, IELTS ചെയ്യണം, വെസ്റ്റ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തു. 2023 മാർച്ചിലാണ് നമുക്ക് PNP, അതായത് 1 വർഷം കഴിഞ്ഞ്, 1 വർഷത്തിന് മേലെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് PNPയിൽ ഡ്രോ കിട്ടിയത്. ഡ്രോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ ബയോമെട്രിക്സ്, മെഡിക്കൽ, പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ, നമ്മുടെ പാസ്പോർട്ട് സബ്മിഷൻ, COPR വരും, സ്റ്റാമ്പിങ്, വിസ, അങ്ങനെ എല്ലാം കൂടി ഞങ്ങൾക്ക് പിന്നെയും 1 വർഷം എടുത്തു. അതായത് ഒന്ന് ആലോചിക്കണം, പേപ്പർ വെച്ച് കഴിഞ്ഞ് ഡ്രോ കിട്ടാൻ 1 വർഷം എടുത്തു. ഡ്രോ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് 1 വർഷം എടുത്തു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി. അത് COPR കിട്ടാൻ. COPR ആണ് നമ്മുടെ വിസ എന്നൊക്കെ പറയണ പോലെ ഫൈനലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാം കഴിഞ്ഞത് ഞങ്ങൾക്ക് 2025 ജൂണിലാണ് നമുക്ക് എല്ലാം കഴിഞ്ഞ് പാസ്പോർട്ട് വിസ അടിച്ച് വന്നത്. അപ്പോൾ നമുക്ക് ഇത്ര വർഷം എടുത്തു. ഇത് ഞങ്ങൾക്ക് 1 വർഷത്തിനുള്ളിൽ ശേഷം ഡ്രോ കിട്ടിയിട്ട് എൻ്റെ കൂടെ കയറിയ ഇപ്പോഴും ഡ്രോയിൽ കിട്ടാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ചിലവർ കണ്ടിന്യൂ ചെയ്യും, ചിലവർ അത് മടുത്തിട്ട് പിന്നെ വേണ്ട വയ്ക്കും. കാരണം അതായത് IELTS എക്സ്പയർ ആവും 2 വർഷം കഴിഞ്ഞാൽ, വെസ് എക്സ്പയർ ആവും നമുക്ക്. അപ്പോൾ നമ്മൾ പിന്നെയും നമ്മൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് ഓക്കെ ആവണമെന്നില്ല. അതേപോലെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു രാജ്യത്ത് വരണം അല്ലെങ്കിൽ കാനഡ വരണം എന്ന് ആഗ്രഹമുള്ളവർ ഇത് ചൂസ് ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് പറയാൻ പറ്റില്ല ഇത് എപ്പോഴാണ് കിട്ടുകയെന്ന്. അല്ലെങ്കിൽ നിങ്ങൾ IELTS അത്രത്തോളം സ്കോറും നിങ്ങളൊരു ഹെൽത്ത് ഫീൽഡാണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി പറയാൻ നിങ്ങൾക്ക് വേഗം കിട്ടും. 778 നിങ്ങളൊരു ഫാർമസിസ്റ്റോ, ഡെൻറ്റിസ്റ്റോ, നഴ്സോ, അങ്ങനെ ഒരു ഹെൽത്ത് പ്രൊഫഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസസ് കൂടുതലാണ്. പക്ഷേ IELTS ഇത്ര സ്കോറും ഇല്ല, അല്ലെങ്കിൽ വേറൊരു പ്രൊഫഷൻ ആണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ വെച്ചോ സൈഡായിട്ട്, പക്ഷേ ഇത് ഡിപ്പെൻഡ് ചെയ്യരുത്. ഇപ്പം ഞങ്ങൾ പറഞ്ഞ പോലെ പൊട്ടറി ലോട്ടറി അടിച്ച പോലെ, അതായത് നമ്മൾ വെച്ചു എന്ന് മാത്രം, പക്ഷേ നമ്മളത് കംപ്ലീറ്റ്ലി ഫോക്കസ് കൊടുത്തില്ല. കിട്ടുമ്പോൾ കിട്ടട്ടെ, അപ്പോൾ നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടി, നമ്മൾ അങ്ങനെ കയറി വരിക ചെയ്യും. പിന്നെ അടുത്ത് കുറച്ച് ഡൗട്ട്സ് നാട്ടിൽ നിന്ന് ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ വിളിച്ച് ചോദിച്ചു വെച്ചാൽ, ഇങ്ങനെ ഏജൻസി ത്രൂ വന്നതുകൊണ്ട് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ, ജോലി, വീട് കാര്യങ്ങൾ എങ്ങനെയാണെന്നാണ്. അവരുടെ അസിസ്റ്റൻസ് ഉണ്ടാവും, പക്ഷെ ഞങ്ങൾ പ്രിഫർ ചെയ്തത് നമ്മൾ തന്നെ ആയിട്ട്, അതായത്
വീടായാലും നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ നമ്മുടെ റിലേറ്റീവ്സ് ഇവിടെ വീട് അറേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് അറേഞ്ച് ചെയ്യാൻ പറയായിരിക്കും ബെറ്റർ. കാരണം നമ്മുടെ ഇവിടെ വന്ന് ഏജൻസിയിൽ നിന്ന് പിന്നെ കോണ്ടാക്ട് ചെയ്ത് അവർ പറയാ അവരുടെ കോണ്ടാക്ട് ചെയ്ത് കിട്ടണ വരെ നമ്മൾ വല്ല ഹോട്ടലിലോ എയർബിഎൻബിയിൽ നിൽക്കേണ്ടി വരും. അതിനൊക്കെ നല്ലതെന്ന് എന്തായാലും ഇപ്പോൾ ഒരു പരിചയമുള്ള ഒരാളെങ്കിലും കാനഡയിൽ കാണും നിങ്ങളുടെ, അവരോട് പറഞ്ഞ് ലൈക്ക് വീടും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യായിരിക്കും ബെറ്റർ. പിന്നെ ജോലിയുടെ കാര്യം ഇതേപോലെ തന്നെ അവർ ഡയറക്റ്റ് ജോബ് നമുക്ക് അങ്ങനത്തെ ഹെൽപ്പല്ല, ജോബ് സൈറ്റ് പറഞ്ഞു തരും, പിന്നെ ഒരു മെൻറ്റർ ഉണ്ടാവും, അങ്ങനത്തെ കുറച്ച് കാര്യം അവരുടെ സർവീസാണത്. ഞാൻ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പക്ഷേ മാക്സിമം നമ്മൾ തന്നെ ചെയ്യണം. നമുക്ക് PR മാത്രമേ കയ്യിൽ കിട്ടത്തുള്ളൂ, PR പെർമനൻറ്റ് റെസിഡൻറ്റ് എന്നുള്ള ഒരു സംഭവം മാത്രമേ കയ്യിൽ കിട്ടത്തുള്ളൂ. ബാക്കിയൊക്കെ നമ്മളാണ് ചെയ്യേണ്ടത്. ജോലി, വീട്, ഈവൻ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ്, അങ്ങനത്തെ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ വേണം ചെയ്യാൻ. അപ്പോൾ അത് നിങ്ങൾ വൺസ് ഈ പറഞ്ഞ പോലെ കിട്ടിയവരാണെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ആൻസർ തരാം. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് ചോദിക്കുകയെ എന്തൊക്കെ എടുക്കണം, കാരണം സിം കാർഡ് എടുക്കണം, ഹെൽത്ത് കാർഡ് എടുക്കണം, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഞാൻ വേണമെങ്കിൽ ഓരോരോ വീഡിയോ ആയിട്ട് ഇടാം, ചോദിച്ചാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് കയ്യിൽ COPR പറഞ്ഞൊരു ലെറ്റർ ഓഫ് കൺഫർമേഷനേ ഉള്ളൂ. PR കാർഡ് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ഒരു വോട്ടർ ID പോലത്തെ ഒരു കാർഡാണ്. നമുക്ക് വരുമ്പോൾ അപ്പം തന്നെ കിട്ടില്ല, നമുക്ക് വന്നൊരു 4 ആഴ്ച എടുക്കും ഏകദേശം PR കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഹെൽത്ത് കാർഡ് എടുക്കണം, നമ്മൾ GRT കാർഡ് എടുക്കണം. കാറില്ലാത്തവരാണെങ്കിൽ വരുമ്പോൾ തന്നെ കാർ ഉണ്ടാവില്ലല്ലോ, ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ. പിന്നെ ഹെൽത്ത് കാർഡ് മസ്റ്റാണ് ഇവിടെ. സിം കാർഡ് വേണം, നമുക്ക് എന്തൊരു ജോലിക്ക് പോകുമ്പോഴും അവർ സിം കാർഡ് ചോദിക്കും. സിം കാർഡ്, പിന്നെ ഈ പറഞ്ഞ പോലെ ഹെൽത്ത് കാർഡ്, സിം കാർഡ്, PR കാർഡ്, GRT കാർഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കാര്യങ്ങൾ എങ്ങനെയാണ്. ഇവിടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഡീപ്പായിട്ട് പോയിട്ടില്ല ഇതിൽ എക്സ്പ്രസ് എൻട്രി എന്താണെന്നോ എങ്ങനെയാണ് നമുക്കത് ഒന്നും ഞാൻ പോയി, ഞാൻ ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ ഇങ്ങനെയാണ് വന്നത്. കാരണം ഞാൻ ഡീപ്പായിട്ട് പറയാണ്ടിരിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ ഇമിഗ്രേഷൻ ഇത്തിരി സ്ട്രിക്റ്റ് ആണ് ഇവിടെ. അതായത് എക്സ്പ്രസ് എൻട്രി, PNP അങ്ങനെ പല സ്ട്രീമോ കാര്യങ്ങളോ ഇനി ഇല്ല എന്നാണ് ഇവിടുത്തെ കനേഡിയൻ ഗവൺമെൻറ് പറയുന്നത്. ഒറ്റ എക്സ്പ്രസ് എൻട്രി ഉണ്ടാവും, അത് ഓവറോൾ, അതായത് ഇൻ്റർനാഷണൽ കാനഡ അകത്തുള്ളത് എല്ലാവർക്കും ഒരു ഒറ്റ പൂളായിരിക്കും. അപ്പോൾ ഇനി മുതൽ ഇമിഗ്രേഷൻ റേറ്റ് കേട്ടിടത്തോളം കുറയാനാണ് ചാൻസ്. അതായത് ഇവിടെ അകത്തുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി വരിക. അതായത് വർക്ക് പെർമിറ്റിലൊക്കെ ഉള്ളവരില്ലേ, അവർ PR-ന് എന്തായാലും വെക്കുമല്ലോ. അപ്പോൾ ഇൻ്റർനാഷണൽ, നമ്മൾക്ക് ഇന്ത്യ പറയുമ്പോൾ ഇൻ്റർനാഷണൽ ആയല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചാൻസസ് പ്രയോറിറ്റി ലെവൽ കുറയും, ഇവിടെ ഉള്ളവർക്കാണ് കൂടുതൽ. അതുകൊണ്ട് ഞാൻ അധികം ഫോക്കസ് കൊടുക്കുന്നില്ല എക്സ്പ്രസ് എൻട്രി എന്താണെന്നോ. പക്ഷേ ഇതിലിങ്ങനെ കിട്ടിയവർ COPR കിട്ടിയവർ, അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ കിട്ടിയവരാണെങ്കിൽ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ആയിട്ട് തരാം. നേരത്തെ പറഞ്ഞൊരു കാരണം ആയതുകൊണ്ടാണ് ഞാൻ ഇൻഡീപ്പായിട്ട്, കാരണം എൻ്റെ വീഡിയോനെ കണ്ടിട്ട് എക്സ്പ്രസ് എൻട്രി പോയി അപ്ലൈ ചെയ്തിട്ട് കിട്ടാണ്ടിരിക്കരുത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ഒന്നും കൂടെ പറയാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് കാനഡ എത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ പ്രോഗ്രാം എടുക്കരുത്. കാരണം സമയം പോകും, നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ വർഷങ്ങൾ 5-6 വർഷമായിട്ട് കാത്തിരിക്കുന്നവരെ എനിക്ക് പേഴ്സണലി അറിയാം. എന്നാൽ ഒരു വർഷം കൊണ്ട് കിട്ടിയവരും എനിക്കറിയാം. അത് നിങ്ങളുടെ പ്രൊഫഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നിങ്ങളുടെ എന്താ പറയുക ഈ IELTS-ൻ്റെ സ്കോർ. ഈ 2 എണ്ണമാണ് ഞാൻ പറയുള്ളൂ. പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇത് എലിജിബിലിറ്റി എങ്ങനെയാണ് ഈ പ്രോഗ്രാമിൽ നിന്ന്. അപ്പോൾ അതൊന്ന് ചുരുക്കി പറയാന്ന് വെച്ചാൽ, നമ്മുടെ ഓരോ ഏജ് അനുസരിച്ചിട്ടാണ് സ്കോർ ലെവൽ വെച്ചിരുന്നത്. ഫോർ എക്സാമ്പിൾ ഈ 25 to 30 അല്ലെങ്കിൽ 25 to 35 ഇത്ര സ്കോർ, 10 സ്കോർ വിചാരിക്കും, 10 പോയിന്റ്. 35 to 40 അതായത് വയസ്സ് കൂടുന്തോറും സ്കോർ കുറയും, 10, 9, 8 അങ്ങനെ സ്കോർ കുറയും. രണ്ടാമത് പ്രൊഫഷൻ തന്നെ, പ്രൊഫഷൻ അല്ല, നമ്മുടെ ഡിഗ്രി ലെവൽ, അതായത് ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ്, ഡോക്ടറേറ്റ്, PhD അങ്ങനെ. അപ്പോൾ ഞാൻ ഫാംഡി ആയതുകൊണ്ട്, ഡോക്ടറേറ്റ് ലെവൽ ആയതുകൊണ്ട് എനിക്ക് അതിലെ ഹയസ്റ്റ് പോയിന്റ് കിട്ടി. ഫോർ എക്സാമ്പിൾ 5 ആണെങ്കിൽ അതിൽ 5 എനിക്ക് കിട്ടി. ഇപ്പോൾ മാസ്റ്റേഴ്സ് ആണെങ്കിൽ, MPharmമാരാണെങ്കിൽ 4 ആവും, BPharm ആണെങ്കിൽ 3 ആവും. അപ്പോൾ 5ഉം പിന്നെ എൻ്റെ ഏജിൻ്റെ വെച്ചൊരു 10 കിട്ടിയ 15. അതിൻ്റെ ഒപ്പം തന്നെ IELTS-ൻ്റെ സ്കോർ, നമുക്ക് IELTS-ന് ഒരു പെർട്ടിക്കുലർ സ്കോർ ഉണ്ടാവും, ആ സ്കോറിന് ഒരു സ്കോർ. പിന്നെ ഇപ്പോൾ ഞാൻ ഫാമിലിയായിട്ട് ഹസ്ബൻഡായിട്ട് വന്നതുകൊണ്ട് ഹസ്ബൻഡ് എന്നെ IELTS എഴുതി സപ്പോർട്ട് ചെയ്താൽ എനിക്ക് 5 പോയിന്റ് എക്സ്ട്രാ കിട്ടും.
ഒന്നുമില്ല, പുള്ളി എനിക്ക് ഇതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത IELTS എഴുതുകയാണെങ്കിൽ അതിൽ സ്കോർ ഇത്ര വേണമെന്നൊന്നുമില്ല, ഡിപ്പെൻഡിന് എന്ത് സ്കോർ ആവാം. പക്ഷേ IELTS എഴുതിയ 5 പോയിന്റ്, അപ്പോൾ 15 + 5 20. ഓക്കെ. പിന്നെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ പ്രൊഫഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ക്ലബ് ചെയ്ത് നമുക്കൊരു പോയിന്റ് എത്തും. കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ എക്സ്പ്രസ് എൻട്രി, എലിജിബിലിറ്റി ക്രൈറ്റീരിയാന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് സെർച്ച് ചെയ്താൽ നമുക്കൊരു കാൽക്കുലേറ്റർ ഉണ്ട്, പോയിന്റ് കാൽക്കുലേറ്റർ ഉണ്ട്. അത് നോക്കി നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒരു നിയർ 400 അടുത്ത് കിട്ടി, മനസ്സിലായോ? അപ്പോൾ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നമുക്ക് ഡ്രോ വരുന്നത് ഈ പോയിന്റ് നമ്മൾ നോക്കിയിരിക്കണം, നമ്മുടെ പോയിന്റ് അതിനകത്ത് പെടുന്നുണ്ടോ എന്ന്. അപ്പോൾ ഇതാണ് ഈ പ്രോസസ്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പാത്വേ. ബാക്കിയൊക്കെ നമ്മൾ ഏജൻസി ത്രൂ ആണ് ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട് വരരുത്, ഞാൻ ഇനിയിപ്പോൾ ഏത് വിസയിലാണ് വന്നത്, സ്റ്റുഡൻറ്റ് വിസയാണോ? സ്റ്റുഡൻറ്റ് വിസ ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഡൗട്ട് ഉണ്ട്, ഇപ്പോൾ എങ്ങനെയാണ് അവിടെ സ്റ്റുഡൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രെയർ ആയിട്ട് ഞാൻ വീഡിയോ ഇടുന്നത്, ഞങ്ങൾ ഇങ്ങനെയാണ് വന്നത് എന്നൊക്കെ. അപ്പോൾ എന്തേലും നിങ്ങൾക്ക് ഈ ഒരു പാത്വേ ചൂസ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ COPR കിട്ടിയിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ റിപ്ലൈ തരാം. കാരണം 2-3 വർഷമായി നമ്മൾ ഈ ആപ്ലിക്കേഷനൊക്കെ വെച്ചിട്ട്, അതുകൊണ്ട് കംപ്ലീറ്റ്ലി നമുക്ക് ഈവൻ എനിക്കിപ്പോൾ ബയോമെട്രിക്സിന് പോയത് അപ്ലൈ ചെയ്ത് എങ്ങനെയാണെന്ന് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ കിട്ടുന്നില്ല. കാരണം നമ്മൾ ആ ഒരു ഹറിബറിയിലാണ് എല്ലാം ചെയ്തത്, മെഡിക്കലിൽ പോയതൊക്കെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മെഡിക്കലിലും ബയോമെട്രിക്സും ഞങ്ങൾക്ക് ജസ്റ്റ് 3 ദിവസത്തെ ഗ്യാപ്പിലാണ് ഞങ്ങൾ ട്രിവാൻഡ്രവും ബാംഗ്ലൂരും പോയത്. അപ്പോൾ ആകെ മൊത്തം ഹറിബറി ആയിരുന്നു. അപ്പോൾ എനിക്ക് പക്ഷെ പറ്റുന്ന പോലെ ഞാൻ പരമാവധി ആൻസർ ചെയ്യാൻ നോക്കാം. ഇതുവരെ ചെയ്തിട്ടുമുണ്ട് എനിക്ക് പറ്റുന്ന പോലെ. ഞാൻ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തിനെ പറ്റിയാണ് അറിയേണ്ടത്, അത് ഏജൻസിനെ പറ്റിയിട്ടാണോ, എക്സ്പ്രസ് എൻട്രിയെ പറ്റിയിട്ടാണോ, ഇവിടുത്തെ കാര്യങ്ങളെ പറ്റിയിട്ടാണോ, എന്തിനെ പറ്റി അറിയണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇടാം, ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിലേക്ക് കാണാം കേട്ടോ. അപ്പോൾ അതെനിക്ക് ബൈ.